സമ്പത്ത് പരിപാലിക്കപ്പെടണോ? ദാനം ശീലമാക്കണം. അതുകൊണ്ട് മുതലിലെ ബറക്കത്ത് എന്ന് പറയുന്നത് സ്വതക്കയാണ്, ദാനമാണ്. ഇത് കുട്ടികളെ ശരിക്കും പഠിപ്പിക്കണം, മക്കളെ നല്ലോണം പഠിപ്പിക്കണം. ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ജനലിന്റെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ കാലുണ്ട് ചെയ്യാത്ത ഒരാൾ ഇങ്ങനെ വന്നിട്ട് ബെല്ലടിച്ച് കണ്ടു. അതിൽ പറഞ്ഞു, മനുഷ്യൻ്റെ അടുത്ത് നയ പൈസ ഇല്ലാത്തടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിരിക്കണത് വാപ്പാടില്ലാന്ന് പോയി പറഞ്ഞാടാന്ന് ചെറുക്കനോട്, മൂത്തവനോട്. അതൊരു പഠിപ്പാണ്. വേറൊരു പഠിപ്പുണ്ട്. എന്താ പഠിപ്പ്? വല്യമാക്ക് വായു ഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത് ചെയ്യുന്ന പൈസയെന്ന് ഒരു 5 കൊട്ടനുറുപ്പ്യ എടുത്തിട്ട് ചെറുക്കൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കുട്ടിയെ വാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ല, എന്നാലും അയാൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് കരുതി വന്നതല്ലേ ഈ റമദാൻ മാസത്തിൽ, വെറും കൈയോടെ മടക്കണേ ശരിയല്ല, അല്ല നമുക്ക് വേറെ തന്നോളും, വാപ്പാൻ്റെ കുട്ടി തന്നെ കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ തന്നെ കൊടുത്തയച്ചാൽ ആ കുട്ടിക്ക് പഠിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത്. സമ്പത്തിൽ ബർക്കത്തുണ്ടാവും. സദഖക്ക് വിഹിതമില്ല എന്നതാണ് ബർക്കത്ത് നഷ്ടപ്പെടുന്നതിന്റെ കാരണം. അതുകൊണ്ട് ഈ വിഷയങ്ങൾക്ക് മനസ്സിലായാണ്ടല്ലോ, മുസ്ലിമും മുഅ്മിനുമായ ഏതെങ്കിലും ഒരു മനുഷ്യന് നല്ല നിലയിൽ, ഹലാലും ത്വയ്യിബുമായ നല്ല നിലയിൽ മുതലാളിയായിട്ടുണ്ടെങ്കിൽ ഓനോ ഓന്റെ വാപ്പാന്റെ വാപ്പയെ 7 തലമുറയിൽ ഏതെങ്കിലും ഒരാൾ ദാനശീലമുള്ളവനായി കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നതാണ് രഹസ്യം. നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ. മുസ്ലിം മുഅ്മിനുമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ അറബിനെ എത്തിങ്ങനെ ചേർക്കാതെ നല്ല നിലക്ക് ഹലാലും ത്വയ്യിബുമായ തരത്തിൽ മുതലാളിയാകുന്നുണ്ടോ, അവന്റെ 7 തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ കൈയഴിഞ്ഞ് ധർമ്മം കൊടുത്ത ആളുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ ദാനം ശീലമാക്കിയാൽ അവന്റെ 10 തലമുറ പിന്നിടുന്നതിന്റെ മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 10 ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കും. അൽ ഹസനതു ബി അശ്രി അംസാലിഹാ ഹബീബുനാ റസൂലുള്ളാഹി. നന്മ അതിന്റെ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു നൽകുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദാനം ശീലമാക്കണം. അത് വലിയൊരു ശീല. സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സദഖയാണ്. സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ദാനമാണ്, ഹദിയയാണ്, ഹിബത്താണ്. സക്കാത്ത് ഉണ്ടാവൂല. സക്കാത്ത് നിർബന്ധ ദാനമാണ്. സദഖ, ഹിബത്ത്, ഹദിയ എന്നിവയാണ് സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് സമ്പത്തിലെ ബറക്കത്തിന് ഈ കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ വരുമാനത്തെക്കാൾ അധ്വാനമുണ്ടെങ്കിൽ ബറക്കത്തുണ്ടാവുന്നതാണ്. അതായത് 1000 ഉറുപ്പ്യന്റെ പണിയെടുത്തിട്ട് 950 ഉറുപ്പ്യ വാങ്ങിയാൽ ബറക്കത്ത് കൂടുതലും, 1000 ഉറുപ്പ്യന്റെ പണിയെടുത്തിട്ട് 1500 ഉറുപ്പ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് കുറവായിരിക്കും ഉണ്ടാകുക. എപ്പോഴും അങ്ങനെയൊക്കെ സൂക്ഷിക്കണം. സമ്പത്തിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. സമ്പത്തിലെ ബറക്കത്താണ് നഷ്ടപ്പെട്ടാൽ ആ സമ്പത്തോടുള്ള എല്ലാവരും ബറക്കത്തിന് പോകും. ഭൂമിയിലുള്ള ബറക്കത്ത് പോകും, വീടിലുള്ള ബറക്കത്ത് പോകും, എല്ലാം പോകും.